നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ കർഷകരായിട്ടുള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ക്ഷേമ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി പ്രതിവർഷം 6000 രൂപ കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും നമുക്കിടയിലുമുണ്ട്. ഇത്തരത്തിൽ ആനുകൂല്യം വാങ്ങുന്നവരോ അല്ലെങ്കിൽ നിലവിൽ ബാങ്കുകളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നുമൊക്കെ തന്നെ കാർഷിക വായ്പകളും അതോടൊപ്പം തന്നെ കാർഷിക സ്വർണ്ണപ്പണയ ലോണുകളുമൊക്കെ തന്നെ എടുത്തിട്ടുള്ളവരോ ആയിട്ടുള്ള എല്ലാ കർഷകരും തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി പുതുതായിട്ട് കാർഷിക വായ്പകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ സ്വന്തമായിട്ട് കൃഷിഭൂമിയൊക്കെ ഉള്ളവരും ഇനി അത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരുമായിട്ടുള്ള കർഷകർ അവർക്ക് ഭാവിയിൽ യാതൊരുവിധ സർക്കാർ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ പുതിയതായിട്ട് ഒരു കർഷക ഡിജിറ്റൽ സംവിധാനം രാജ്യവ്യാപകമായിട്ട് നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകരുടെ സമഗ്രമായിട്ടുള്ള പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് വലിയൊരു മാറ്റത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതാകട്ടെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു പുതിയ പദ്ധതി വഴി രാജ്യത്തെ ഓരോ കർഷകനും ഒരു ഏകീകൃത ഡിജിറ്റൽ തിരിച്ചറിയൽ നമ്പർ അഥവാ ഫാർമർ ID ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ കർഷകൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ മാത്രമല്ല, കർഷകൻ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ അളവ്, അതിൻ്റെ അതിരുകൾ, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റപ്പെടും. വരും ദിവസങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന വിവിധ ധനസഹായ പദ്ധതികൾ, അതോടൊപ്പം തന്നെ സബ്സിഡി ആനുകൂല്യങ്ങൾ, കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരങ്ങൾ, വളം വിതരണം എന്നിവയെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഈ തിരിച്ചറിയൽ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിതരണം ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ID ഇല്ലാത്ത ഒരു കർഷകരും ഭാവിയിൽ സർക്കാരിൻ്റെ യാതൊരുവിധ കാർഷിക ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടായിരിക്കില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ കേരളത്തിൽ ഈ രീതിയിലുള്ള അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ കർഷക ID എടുക്കുന്നതിനുമുള്ള വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ കൃഷി വകുപ്പ് ഒരുക്കിയിരുന്നു. എന്നാൽ ആ സമയത്ത് വാർത്തകൾ അറിഞ്ഞ് നിരവധി കർഷകർ തങ്ങളുടെ പ്രാദേശിക കൃഷിഭവനുകളിലൊക്കെ നേരിട്ടെത്തി ഈ ഒരു രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൃഷിഭവനുകളിൽ കർഷകരുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ ഒരു സേവനം ജനങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററുകളിലേക്കുമൊക്കെ തന്നെ വ്യാപിപ്പിച്ചു. നിർഭാഗ്യവശാൽ പോർട്ടലിലെ ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ കാരണവും പ്രശ്നങ്ങൾ മൂലവും സർക്കാരിൻ്റെ താൽക്കാലിക ഉത്തരവുകൾ മൂലവും ഒക്കെ തന്നെ ഈ രജിസ്ട്രേഷൻ പ്രക്രിയ പിന്നീട് ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ബാക്കി രജിസ്റ്റർ ചെയ്യാനുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന കർഷകർക്ക് ഇത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കാതെ മടങ്ങിപ്പോകേണ്ടി വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതാ തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങി കർഷകർക്ക് തങ്ങളുടെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID എടുക്കുന്നതിനുള്ള ഒരു സുവർണാവസരം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. മുൻപ് ഇത് ചെയ്യാനായിട്ട് സാധിക്കാതെ പോയ എല്ലാവരും തന്നെ ഈ ഒരു അവസരം പരമാവധി നിങ്ങളെല്ലാവരും തന്നെ വിനിയോഗിക്കേണ്ടതാണ്. രജിസ്റ്റർ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നതിനായിട്ട് നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ചില പ്രധാനപ്പെട്ട രേഖകളുണ്ട്. നിങ്ങളുടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഈ വർഷത്തെ ഏറ്റവും പുതിയ കരമടച്ച രസീതിൻ്റെ പകർപ്പാണ് ഇതിലേറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ സർക്കാരിൽ നിന്നുള്ള ധനസഹായങ്ങളും സബ്സിഡികളും ഒക്കെ തന്നെ നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതിനായിട്ട് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, അതുപോലെ കുടുംബത്തിൻ്റെ റേഷൻ കാർഡ്, കർഷകൻ്റെ ആധാർ കാർഡ് എന്നിവയും നിർബന്ധമാണ്. ഇതിനെല്ലാം പുറമെയായിട്ട് നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൂടി നിങ്ങളെല്ലാവരും തന്നെ കയ്യിൽ കരുതണം. കാരണം ഫോണിലേക്ക് വരുന്ന OTP അധിഷ്ഠിത വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ ഒരു പ്രക്രിയ വിജയകരമാവുകയുള്ളൂ. ഓൺലൈൻ രജിസ്ട്രേഷന് ശേഷം നിങ്ങളുടെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരാണ് ഇത് കൃത്യമായി പരിശോധിച്ച് അപ്രൂവൽ നൽകുന്നത്. നിങ്ങൾ മുൻപ് ഇതിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ അതോ നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെയോ ഒക്കെ തന്നെ വളരെ എളുപ്പത്തിൽ പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ Google Chrome ബ്രൗസർ തുറന്നുകൊണ്ട് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID കേരള എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ സംസ്ഥാനത്തെ കർഷക രജിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക പോർട്ടൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഈ പദ്ധതിയെപ്പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഈ പോർട്ടലിൻ്റെ നേരിട്ടുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് അവിടെ പരിശോധിക്കാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം കർഷകൻ്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് കൃത്യമായി അറിയാം. അപേക്ഷ അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാർമർ IDയും മറ്റ് വിശദാംശങ്ങളും അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അപേക്ഷ പെൻഡിങ് ആണെന്നോ അല്ലെങ്കിൽ അത് പ്രോസസ്സിംഗ് ആണെന്നോ ഒക്കെ കാണിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടണം. ഇനി നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നോട്ട് രജിസ്റ്റേർഡ് എന്ന അറിയിപ്പായിരിക്കും അവിടെ കാണാൻ സാധിക്കുക. ഇതുവരെ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാത്ത കർഷകർ ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ സമയം കളയാതെ എത്രയും വേഗം തന്നെ ഇത് പൂർത്തിയാക്കേണ്ടതാണ്. കാരണം ഈ വരുന്ന മെയ് മാസം 30-ാം തീയതി വരെ മാത്രമാണ് നിലവിൽ സർക്കാർ ഇതിനായിട്ടുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. തീയതി ഇനി നീട്ടുമോ എന്നുള്ള കാര്യത്തിൽ അറിയിപ്പുകൾ വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്.
അതിനാൽ തന്നെ മുൻപ് ഞാൻ പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായ രേഖകൾ സഹിതം നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിലോ എത്തിച്ചേർന്നുകൊണ്ട് മെയ് മാസം 30-നകം തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ നടപടി നിങ്ങളെല്ലാവരും തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കുക. കർഷകരായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എല്ലാം തന്നെ ഈ അറിയിപ്പ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.